ഇങ്ങനെ ശങ്കിച്ചിരിക്കുന്നുണ്ട്. ശങ്കർ ഒറ്റ കയറിപ്പെടുത്താം ഇങ്ങനെ. അപ്പോൾ നമസ്കാരം. ഈ ഒരു സ്ഥലം കണ്ടിട്ട് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്ന ഒരു 2 വർഷം അല്ലേ, നമ്മൾ ലാസ്റ്റ് 1.5 വർഷം മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇതിനെ അറിയാം. ഇതിനെ നമ്മൾ എനിക്ക് തോന്നുന്നൊരു 3 കൊല്ലം മുമ്പുള്ള പ്രേക്ഷകർക്ക് അറിയാം. 3 അല്ലല്ലേ, ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 4.5 കൊല്ലം ആകാൻ പോകുന്നു. 4.5 കൊല്ലം ആയില്ല. ഈ ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ 4 കൊല്ലം പൂർത്തിയായി. ഏകദേശം ചാനൽ തുടങ്ങി ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അല്ലേ നമ്മുടെ ബോൾട്ടിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അത് നമ്മളെ കടിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, കടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ പോയി കഴിഞ്ഞിട്ടല്ലേ ഒരാളെ ആ ഡോഗ് കടിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്ത് ഡോഗിനെ ഇറക്കി കഴിഞ്ഞ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആകുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ വീട്ടിൽ വന്ന ഒരു ഓട്ടോക്കാരനെ കടിച്ചിട്ട് 4 കൊല്ലം മുന്നത്തെ കാര്യം പറഞ്ഞു. അപ്പം 3.5 കൊല്ലം മുമ്പേ. അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, അത് നീ പറഞ്ഞെന്താ? അപ്പോൾ ആ ഡോഗ് പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതേപോലത്തെ ടെമ്പർമെന്റ് ഉള്ള ഡോഗിന് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ഒരു മോനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 10 മാസം ഉള്ള ഒരു മോനെ കിട്ടി. അപ്പം അതിനെ നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുകൊണ്ട് ഒരു 3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും ഒരു ചലഞ്ച് ആയിട്ട് കൊടുക്കാൻ നമ്മൾ അറേഞ്ച് നോക്കി. അതിനെ ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം കടിച്ചില്ലെങ്കിൽ മോൻ കടിക്കുന്ന പറഞ്ഞു. അതെ, സംഭവം ബെൽജിയം മലൈസ് ആണ്. ബോൾട്ട് അത്യാവശ്യം നല്ല ടെററായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഡോഗായിരുന്നു. അതിനുശേഷം ഇതിനെനിക്ക് വന്നൊരു 3-4 ഡോഗിൻ്റെ ചലഞ്ച് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇതിനൊരു ബോർഡിംഗ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവനൊരു ഡോഗിനെ ബോർഡിങ് വരുന്ന സമയത്ത് ചില നല്ല ടെമ്പർ ഡോഗ് വരാറുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു ഫ്രണ്ട്ലി രീതിയിൽ അവൻ ഇതിലെ പോകുന്ന സമയത്ത് കയറാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളിനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നര കൊല്ലായി. ഇപ്പം ഗൾഫിൽ പോയിട്ട് എത്രയും 1.5 കൊല്ലം. ഇവൻ പോകുന്നതിന് മുന്നേ. ശരിയാണല്ലോ. ഇപ്പം വന്നിപ്പോൾ 2 ദിവസം ഇത്രയും 3-4 ദിവസമായിട്ടുള്ള വന്നത് വീണ്ടും അതേ സമയത്ത്. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബെൽജിയം മലൈസ് ആണ്. ബിരിയം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ഡോഗ് വന്നിട്ട് ഇപ്പോൾ 3 മാസം അല്ലേ? 3 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ടെമ്പർമെന്റ് ഒക്കെ കാട്ടുന്നുണ്ട്. നമ്മൾ ഡെയിലി ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. ഫുഡ് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തൊക്കെ എടുക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് തൊടാനൊക്കെ സമ്മതിക്കും. അല്ല അവന്റെ ഒരു ഫ്രീഡത്തിൽ കയറി നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റവനേക്കാളും ടെററാണോ? അവനേക്കാളും ടെററായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. ശരി, ഇതിനോട് കാര്യം പറയാൻ ഇറക്കി കഴിഞ്ഞാൽ എന്നോട് സ്വന്തം കുട്ടിക്ക് ഇതിങ്ങനെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉള്ളത് ഇതിന്റെ ഫ്രണ്ട് ആയിരുന്ന നമ്മളെ ഫ്രണ്ട് ആദ്യത്തിനാണ് നമ്മൾ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അവനായിട്ടാണ് കുറച്ചെങ്കിലും അറ്റാച്ച്മെന്റ് ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിടിക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ് വിളിച്ചു വരുത്തിയ കേട്ടോ. ഷോപ്പിലായിരുന്നു, ഇതിന്റെ ഷോപ്പിലാണ് ആളുള്ളത്. അപ്പോൾ ആദ്യത്തിന് സെപ്പറേറ്റ് വിളിച്ചു വരുത്തിയാണ്. കാരണം ഞാൻ ഇറക്കി വരെ നടത്തിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 കടിയൊക്കെ ഞാൻ വാങ്ങാന്ന് ഇതിനോട് പറഞ്ഞു. അപ്പം വാങ്ങുന്ന കാര്യമല്ല, അത് കഴിഞ്ഞ് തിരിച്ച് കൂട്ടിക്കയറ്റില്ല, അല്ലെങ്കിൽ തിരിച്ച് വാങ്ങൽ. ഇപ്പൊ എന്നെ കടിച്ച് പട്ടി പോയാലും പിടിക്കാനും ആളാന്ന് പറഞ്ഞു. അങ്ങനെ മറ്റാനെ തിരിച്ച് വിളിച്ചാട്ടോ. എന്താ മിലോയോ? എന്താ മിലോ? മിലോയെ എന്താണ് ദേഷ്യന്നില്ലേ? ദേഷ്യന്നില്ലടാ? ചെറുതായിട്ടെന്ന് ദേഷ്യം കാണുന്നില്ല നിങ്ങൾക്ക്? മിലോയെ കാണുന്നില്ല എന്നെ? അവരെന്നെ കാണുമെന്ന് നോക്കട്ടെ, ഇത് നോക്കട്ടെ. മിലോയെ എടാ എന്താണ്? സഡൻ ആണല്ലോ, സഡനായിട്ടാണല്ലോ വരുന്നത്. മിലോയെ എടാ എന്താടാ? നിന്റെ അച്ഛനെ ഞാൻ ഇറക്കിയായിരുന്നു, അറിയോ? നിന്റെ അച്ഛനെ ഞാൻ ഇറക്കിയായിരുന്നു. ഒരു വരുമോ? എൻ്റെ മുഖമൊക്കെ മിലോയേ എടാ, നിൻ്റെ അച്ഛനറിയോ? ബോൾട്ട് അവൻ നമ്മുടെ പണ്ട് ഫ്രണ്ടായിരുന്നു, മനസ്സിലായല്ലോ. ഞാനായിട്ടൊന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? പറഞ്ഞോട്ടോ. നീ എന്താ ഇങ്ങനെ ശങ്കിച്ചിരിക്കുന്നെന്താ? എടാ മിലോയെ എന്താണ്? എടാ ഇവൻ ബോൾട്ടിനേക്കാളും കുറച്ച് പൊക്കമുണ്ടോ അല്ലേ? ഹൈറ്റ് ഉണ്ടല്ലേ? ബോൾട്ടിൻ്റെ കളറല്ല, ബോൾട്ട് കുറച്ചുകൂടെ റെഡ് കളറായിരുന്നു അല്ലേ? നിന്നെ ഒന്നേ പറഞ്ഞോ, നിൻ്റെ അച്ഛനും ഞാനും നമ്മളൊരു മുട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവരൊക്കെ സൈക്കോ. നിനക്ക് കിട്ടുന്ന എല്ലാ സൈക്കോമാരാണോടാ? എവിടെ നിന്ന് കിട്ടുന്നതാണ്? എവിടെ നിന്ന് കിട്ടുന്ന? അവർ ഷെയ്ക്കാനൊക്കെ തരുമോ? ഷെയ്ക്കാൻ തരുമോ? നല്ല ഹൈറ്റ് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് ഇവൻ അല്ലേ? കൊച്ചു ഷെയ്ക്കാൻ തന്നെ എടാ എന്നോട് ഇച്ചിരി ഫ്രണ്ട്ലി പോലെ അല്ല നമ്മളെ. ഇത് നമ്മളെ ഫാമാണല്ലോ, ഇടയ്ക്ക് ഡോഗ്സിനെ കാണാൻ കൂട്ടുകാരന്മാരൊക്കെ വരാറുണ്ട്. അപ്പോൾ
എല്ലാരും വന്ന് ആദ്യം ഭയങ്കര കുരയായിരുന്നു എല്ലാം കാണുമ്പോ ആൾക്കാർ വരുമ്പോഴേക്കും അവിടെ നിന്ന് കുര തുടങ്ങായിരുന്നു. പിന്നെ എപ്പോഴും ആള് വന്ന് ആ കുര നിർത്തി, കടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുരയ്ക്കാത്തതുകൊണ്ട് ടെമ്പറില്ലാതെ തെറ്റിയിരിച്ചിട്ട്. ശരി, നിന്റെ കാര്യം പറഞ്ഞോ. അതുകൊണ്ടോ അവൻ്റെ പല്ല് വന്ന് നോക്കോ, എൻ്റെ പല്ല് വന്ന് നോക്ക്. എന്താ അവൻ ഭയങ്കര കടിയാണല്ലോ അവന്. ഭയങ്കര കടിയാണല്ലോ നിനക്ക്. കടിച്ചങ്ങ് പറിക്കോ നീ, കടിച്ച് പറിക്കോ. കടിച്ചങ്ങ് പറിക്കോ നീ. ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വരാൻ. ഇവിടെ വാടാ, ഞാൻ നിന്നെ ഇറക്കട്ടാ. എടാ നമ്മുടെ ലീശ എവിടെയാണുള്ളത്? അവനേ അപ്പോൾ ഇതിൽ വേറെ കാര്യമുണ്ട്. ഇവന് ഈ കുരയും ജഗവക പരിപാടിയൊന്നും ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഇറക്കി കാണിക്കാതെ മാത്രം ഇപ്പം ഒരു ഒരു ഇതുള്ളൂ. ഇനി ഇറക്കിയിട്ട് ഇവർ എത്ര മാസമായി ഇവനെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടില്ല? ആണോ? 3 മാസമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വേറെ പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ ഇവർ ഓണർമാർ ഉണ്ടാക്കിയാണോ? ഫ്രണ്ട് കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ ഫുഡൊക്കെ കൊടുത്തു നോക്കി, അങ്ങനെ അങ്ങ് പോന്നു. അപ്പോൾ ഇതുവരെയായിട്ട് അവരെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇറക്കിയിട്ടില്ല. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത്ര കൂളായിട്ട് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞേ. എടാ ഞാൻ ഇറക്കട്ടെ തന്നെ, ഒന്ന് കൂട്ടി ഇറക്കട്ടെ. നീ കടിക്കോ? പിന്നെ വേറെ കാര്യമുണ്ട്, നല്ല ഹൈറ്റ് കേട്ടോ. നമ്മൾ നോർമൽ എനിക്ക് തോന്നുന്ന ബോൾട്ടിനേക്കാൾ ഹൈറ്റ് ഇപ്പോൾ നിലവിലായിട്ടുണ്ട്. ബോൾട്ടിന് കുട്ടിയാണ്. നമ്മുടെ പഴയ പ്രേക്ഷകർക്ക് അറിയുള്ളൂ ബോൾട്ട് എങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ബെൽജിയത്തിൻ്റെ ഒരു ഭീകരത നമ്മളങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന്മാർ ഇച്ചിരി ഒരു ടെറർ ടൈപ്പാണ് കേട്ടോ. ഇടയ്ക്ക് വന്നടാ, എന്ന് ഇറക്കട്ടെ തന്നെ. ആയില്ല, ഇവിടെ എടുത്തുകൊണ്ട് പോരുത്, ഇവിടെ വാടാ. നിനക്കെന്താ പ്രശ്നം? എടാ ഇവനെ തുറന്നു വിടുന്ന. അവനിപ്പോൾ ഇറങ്ങാനുള്ള ഈ ലീഷ കണ്ടപ്പോൾ അവന് ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി. ഇവിടെ വാടാ. എടാ എന്താണ് നിൻ്റെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം തീരട്ടെ. ലീഷൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? പോവാ വാടാ, വിലോ പോവാ വാടാ, ഇവിടെ വാടാ, വിടറാ. അവൻ ലീഷൊക്കെ എടുത്തിട്ട് പോവാ കേട്ടോ. ഇവനെ നമ്പാൻ പറ്റില്ല കേട്ടോ. അവൻ ചിലപ്പോൾ പണി തരും. ലീഷ് പിടിക്കുമ്പോൾ ചാടി കടിക്കും, അതാണ് സംഭവം. നല്ല ഹൈറ്റ് ചാടുകയും ചെയ്യും, ജമ്പ് ചെയ്യും നല്ലോണം. ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഇവൻ ആരെയും കടിച്ച ഹിസ്റ്ററി ഉണ്ടോ? പിന്നെ അവർ കടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അല്ലേ? അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് വേറെ ആണോ? കൊണ്ടുവന്നപ്പോൾ അല്ലേ? അത് ശരി. ഇങ്ങനെ ചാടി കളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ വേറെ കാര്യമുണ്ട്, ഹോൾഡിൽ നിന്ന് പിടിക്കാൻ നടക്കൂല കേട്ടോ. ശരി, ആരോഗ്യമുണ്ട്. ബിരിയും പിടിക്കുന്ന പറഞ്ഞ എന്നെ കടിച്ചാൽ. എന്താ നീയല്ലോ പറഞ്ഞാൽ കടിക്കുന്ന പറഞ്ഞു? ആരോ ഇതിൽ പിടിക്കുന്ന ആൾക്കാർ. ഞാൻ കടി ഒരു 2 കടി ഞാൻ വാങ്ങാം, ഇറക്കി നടത്താം. ബാക്കി ഇവൻ വാങ്ങിക്കോളുന്ന. ഇവനെക്കാളും ഹൈറ്റ് ചാടുവാൻ ഉറപ്പാ. അല്ല ആശയ്ക്കൊക്കെ എപ്പോഴും കിട്ടുന്നത്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. മിലോ വാടാ, പോവാം, പോവാ. നോ ഇല്ല, ഇറങ്ങാ. ഇവിടെ ഇല്ല, നോ സിറ്റ് മിലോ. നോ ഇതിരട്ടെ, ഇല്ലടാ ഇതിരട്ടെ. മിലോ ഇത് സമ്മതിക്കില്ല നീ ഇടാനല്ലേ? നീന് സമ്മതിക്കില്ലല്ലേ? സമ്മതിക്കില്ല. പോവാ നമുക്ക്. ഇതോന്നെ പോവാ നമുക്കൊന്നേ. നീ ഇതിലേക്ക് ഇറങ്ങി നടന്നിട്ട് വരാം. ഇന്ന് ഇറങ്ങി നടന്നിട്ട് വരാം. എടാ നിന്നോട് ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞവന്. എന്നോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞ. മിണ്ടിപ്പോരുത്, ഇപ്പോൾ വരാം. ഇവരെ നിറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവൻ വരുന്നില്ല കേട്ടോ. അല്ല അവൻ അങ്ങോട്ടേ മില വാടാ. എടാ മില വാ.
കൊച്ചിക്ക് വന്നേ അവൻ അങ്ങോട്ട് പോവാ. അതെന്താ അങ്ങനത്തെ രീതി? അവൻ്റെ അങ്ങനത്തെ രീതി. ഡാ മിണ്ടല്ലടാ, കടിക്കുക കേട്ടോ നീ. ഒന്നെങ്കിൽ എന്നാ ഇതിനെ ഇവൻ്റെ ബൈറ്റ് ചിലപ്പോൾ എങ്ങനെ വരുന്ന അറിയോ? ഇറങ്ങിയ ഉടനെ കടിയുണ്ടല്ലോ, ചാടൊരു കടി, ആ സാധനമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവൻ്റെ ബൈറ്റ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അറിയാലോ, ഇവൻ എന്നാ കടിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള ഡോഗാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറക്കിയാലും ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൽ ബിദിൻ ഒന്നെങ്കിൽ പിടിക്കാമെന്നോ അല്ലെങ്കിൽ ബിദിൻ്റെ ഫ്രണ്ട് മച്ചാനാണ് ഇടയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് പറഞ്ഞത്. കടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നോക്കാം. അതായത് ലൈവായിട്ട് ഒരാളെ കടിച്ച് കഴിയുമ്പോഴേ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നോക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ദിവസം നമ്മൾ പറയണമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ എന്നാ ഒരു 4 കൊല്ലമായിട്ട് നമ്മൾ ഈ കണ്ടൻറ്റ് തിരഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ, ഫേസ്ബുക്കിൽ വരുമ്പോഴേ ഇത് കണക്റ്റ് ആവുള്ളൂ. ഫേസ്ബുക്കിൽ കുറച്ച് അമ്മമാരുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ സെയിം വീഡിയോ ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുകയെന്ന് വിചാരിക്കുക. യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ആ കമൻറ്റിനൊരു വേവുണ്ട്. അവരത് കണ്ടിട്ട് ഉൾക്കൊണ്ടിട്ടാണ് അതിന് കമൻറ്റ് ഇടുക. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്, ചുമ്മാ എന്തൊക്കെയോ കമൻറ്റ്, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു കണ്ടൻറ്റ് നിലവിൽ ഇന്ത്യയിലാരും ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. വേൾഡിൽ ആരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഡോഗ് ചലഞ്ച് പോലത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യുന്ന വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് സുപരിചിതമല്ലായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് അറിയാത്തത് കൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ വരുമ്പോൾ കുറേ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിന് സ്പ്രേ ഉണ്ട്, മറ്റേ എന്തൊക്കെയോ സാധനം വാങ്ങാൻ കിട്ടും, അത് ചെയ്തിട്ടാണ് ഞാൻ ഈ കടിക്കുന്ന പട്ടീനെ കടിക്കാതെ ഇറക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു 5-8-10 കടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 7-8 കടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ സ്പ്രേ പൂശാതെ പോയിട്ടല്ലല്ലോ എനിക്ക് കടി കിട്ടിയത്, ഓൾറെഡി കടി കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടാതിരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഇറക്കാം, ഇങ്ങനെ ഇറക്കാമെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതാണ്, ഈ ഓണർമാരുടെയൊക്കെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കലുണ്ട് സാധാരണ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ഒരാളെ വിമർശിക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് അത് പറ്റുമെന്ന് തെളിയിച്ചിട്ട് വേണ്ടേ നമ്മൾ വിമർശിക്കാൻ. അപ്പം ഇതുപോലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ്, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ കാണുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെയും ചാനലാണ്. അപ്പോൾ എനിക്കുള്ള പോലെ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു കണ്ടൻറ്റ് എടുത്ത് ചെയ്തു, അറിയാലോ, ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് എടുത്ത് നിങ്ങളും ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻറ്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റിൻ്റെ 100 കണക്കിന് ആൾക്കാർ ഇതുപോലെ കണ്ടൻറ്റുമായിട്ട് വരും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 4 കൊല്ലമായിട്ട് ഈ കണ്ടൻറ്റ് നമ്മൾ അവതരിപ്പിച്ചു? എന്തുകൊണ്ടാണ് ആൾക്കാർ പുതിയതായിട്ട് വരാത്ത? എന്തുകൊണ്ടാണ്? ഇതിനൊരു റിസ്ക് ഉണ്ട്. അത് അറിയുന്നവർക്കറിയാം ഈ റിസ്ക് എന്താണെന്ന്. ഈ ലൈവായിട്ട് ചെയ്യുന്നൊരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇതിൽ ഈ റിസ്ക് അറിയുന്നതുകൊണ്ടാണ് പുതിയൊരു കണ്ടൻറ്റ് ക്രിയേഷൻ ഈ ഒരു എൻ്റെ ഈ ഒരു ഡോഗ് ചലഞ്ച് പോലെ രീതിയിൽ പുതിയ കണ്ടൻറ്റ് ക്രിയേഷൻ വരാത്ത, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ 100 കണക്കിന് കണ്ടൻറ്റ് വന്നേനെ. ഓക്കെ, അത് ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പം ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ആരെയും ഒന്നും പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. വാടാ പോവാം നമുക്ക്. പറയാൻ പറ്റില്ല, ഇവന്മാരെല്ലാം ഒരു 5-10 മീറ്റർ അകലായിട്ട് നിൽക്കുന്നത്. ഇവനാണ് ചാടിക്കടിക്കുന്നത് സ്വഭാവമുണ്ട് ഇവന്. ബെജിത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ എവിടേക്കാണ് കടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിറക്കട്ടെ ഇതിനെ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡു ഓർ ഡൈ ആണ്. ചിലപ്പോൾ എന്ത് സംഭവിക്കാം. അവൻ്റെ വരുന്ന ആകാശോ ആദിത്യം വന്ന് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 കടി 3 കടിയൊക്കെ ഞാൻ വാങ്ങും. ഏകദേശം ഒരു 3-4 സെക്കൻഡ് മതിയായിരിക്കും ഒരു കടി കിട്ടാനൊക്കെ. എടാ പേര് വിട്ടു എന്തായിരുന്നു? ബിലോ പോവാ. ബാ, ഹൈറ്റിന് കേട്ടോ, ഭയങ്കര വലിയ കേട്ടോ, ചെറിയ വലിയ നല്ല. എടാ ഇവന്മാരുടെ കച്ചറാണോടാ ഈ ഡോഗേ. ഇവിടെ ബിദിൻ എടുത്ത് വളർത്തിയ ഡോഗ്സ് ആട്ടോ ഇവന്മാർ 2 പേര്. അപ്പോൾ ഇവന്മാർ സ്ഥിരം ഇവിടെ കാണുന്നതാണ്. എല്ലാ ഡോഗുമായിട്ട് ഇവന്മാർ കമ്പനി ഉള്ളതാണ്. അപ്പോൾ കച്ചറ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വാ, ഇല്ല അവരുമായിട്ടുള്ള കളി. ചിലപ്പോൾ അവന്മാരൊക്കെ ചാമ്പോരി കേട്ടോ. അപ്പോൾ പോവാം. ഇല്ല വാ. അത് കുഴപ്പമില്ല, അവനെ കളിച്ചോട്ടെ. അവനെ ഇപ്പോൾ വേറെ എന്തൊരു മൈൻഡൊക്കെയാണ്. കടിക്കാൻ ചാൻസ് ഇല്ലടാ. ഇവന്മാരെ സെപ്പറേറ്റ് ഞങ്ങൾ വിളിക്കാൻ പറ്റുമോടാ? അവന്മാരൊക്കെ സ്നേഹിച്ച് കൊല്ലുവാണ് അങ്ങോട്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ 2 പേര് ഈ ഫാമിലി ഇങ്ങനെ മൊത്തോടെ നടക്കുന്ന ടീമാണ്. അപ്പോൾ ഇവന്മാരെ സ്ഥിരം കാണുന്നതാണ്. ഇവനെ കൂട്ടി തന്നെയാണല്ലോ ഇത്രയും കാലം, കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹപ്രകടനം ആവാമല്ലോ. പോവാ. ആ ജമ്പിങ് തുടങ്ങി കേട്ടോ. ആ ബെൽജിയത്തിൻ്റെ ജമ്പിങ് ഉണ്ടല്ലോ, ചാടിക്കടിക്കാനുള്ള. ഇപ്പോൾ ഒന്ന് ചാടിയായിരുന്നു. ആ ജമ്പിങ് തുടങ്ങിയിട്ടുണ്ട്. വാമല്ലോ വാ.
മറ്റവനോട് അങ്ങ് സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ്. വാ. ഇവരൊക്കെ പരിചയമുള്ള, അവിടെ കിടന്നിട്ട് പരിചയമുള്ളതിൻ്റെ പരിചയക്കാരാട്ടോ കാണിക്കുന്നത്. ബിദിനെ ഹീറ്റായിരിക്കണോ? എടാ ഇവനിപ്പോൾ എത്ര മാസമായി? ഒരു വയസ്സായോ? ഇവർ ചാടിയുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഈ ഒരു ഹൈറ്റ് വേണം ചാടും കേട്ടോ. ബെൽജിയത്തിനങ്ങനെ സ്പ്രിങ് ചാടുന്ന ചാടിക്കളെ. കടി വന്നാൽ ഈ പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്തേക്കായിരിക്കും കടി വരിക. അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാക്യം അങ്ങ് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉപകാരമുള്ളതെന്ന് വെച്ചാൽ, ഉപകാരങ്ങളൊന്നും ഈ പറഞ്ഞ ഓണർമാർക്കൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കണ്ട ചലഞ്ചിങ് കണ്ടൻറ്റ് കേട്ടോ. നമ്മൾ റീസെൻ്റ് ചെയ്തൊരു ഡോഗുണ്ട്, ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വീഡിയോ. ആ ഡോഗ് എന്താ പറയുക, അവരോട് സെറ്റാകാത്ത കാര്യം, അല്ലെങ്കിൽ അവർക്ക് പിടിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്ന കാര്യം, ആ പേടി നമ്മൾ പോയി ഇറക്കി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കണ്ടെന്നറിയില്ല. അങ്ങനത്തെ ഒരു 10-35 കണ്ടൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലുപരി നമ്മൾ ചലഞ്ചാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡോഗ് ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരാൾ വന്ന് പുറത്തിറക്കിയിട്ട് ആണ് ആ ബിഹേവ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചലഞ്ച് പോലെ ചെയ്യുന്നു, ഒരു കണ്ടൻറ്റ് എടുത്ത് ചെയ്യുന്നു. ഇവിടെ പല അഡ്വഞ്ചർ കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ കണ്ടൻറ്റാണ്, അറിയാലോ. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഫ്രീ ഹാൻഡായിട്ടാണ്, നമ്മളൊരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ നമ്മളെങ്ങനെയാണോ വേഷം, ആ വേഷത്തിന് വന്നൊരു ഡോഗിനെ, ഇതുപോലെ കടിക്കുന്ന ഡോഗിനെ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി നമ്മളിവിടെ നിർത്തി കാണിക്കുന്നു. അതാണ് ഒരു കണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം, അത്രേ ഉള്ളൂ. നിങ്ങളെ ഞാൻ വേറെ രീതിയിൽ വളച്ചൊടിക്കൊന്നും വേണ്ട. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു കണ്ടൻറ്റ് ക്രിയേഷൻ, ഇതുപോലൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ റിസ്ക് ഇതിൻ്റെ റിസ്ക് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വാ, മതി, കുറച്ചൊക്കെ തിന്നോ, കുറച്ച് പുല്ലൊക്കെ തിന്നാ. പുല്ലല്ല സാധനം വന്നിട്ടോ, ആ നോട്ടം വന്നിട്ടോ. ബെൽജിയത്തിൻ്റെ ആ നോട്ടം ഇങ്ങനെ കറങ്ങിയിട്ട് അവൻ്റെ ചാട്ടം ഉണ്ടാവും. കറക്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതിൻ്റെ മുഖം കറക്റ്റ് ഇതിന് കിട്ടിയായിരുന്നു അല്ലേ? ഇതിന് കുറേ കിട്ടിയിട്ടുള്ളതുകൊണ്ട്, ഇതിന് ഇഷ്ടമാണ് ബെൽജിയൻ ഉള്ളതുകൊണ്ട് അവൻ്റെ ആ നോട്ടം കണ്ടോ, ആ നോക്കിയിട്ട് നമ്മുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയായിരുന്നു. അതൊരു ലെവലായിരുന്നു. അതാണ് ഇവന്മാരുടെ ഒരു ഐക്കോണിക് സാധനമാണ് ബെൽജിയത്തിൻ്റെ. ഒന്നിങ്ങനെ ചെവിയൊക്കെ താത്തി വെച്ചിട്ട് കറങ്ങും, ഒന്ന് കറങ്ങിയിട്ട് കയറി നമ്മൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ സ്വഭാവമുണ്ട്. അപ്പോൾ പോവാം. ഇനി ഇവനെങ്ങനെ മച്ചാൻ പിടിക്കുമോ? കണ്ടോ തുടങ്ങി ആ പിടുത്തം തുടങ്ങി. ഇതും പിടിക്കോളാ? പിടിക്കലാ? പിടിക്കലാ ഇതിനെ? ആകാശം പിടിക്കുമോ? മോൻ പിടിക്കോ? വാ, ഹീറോ കേട്ടോ, ഇവിടുത്തെ ഹീറോയാണ്. ഇവനാണ് ഇവനെ നോക്കുന്നത്. ഇല്ല, നിന്നോട് ഹാപ്പിയാ? ആ സ്വഭാവമുണ്ട്. ഇവ സ്റ്റെഡിൻ്റെ സ്റ്റെഡ് മെയിലിൻ്റെ ആ സ്വഭാവം കാണിക്കുന്നല്ലോ കേട്ടോ, അല്ലേ? ആ സ്വഭാവനുണ്ട്, തട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ നമുക്കൊരു വേണമെങ്കിൽ ഓപ്പൺ ചലഞ്ച് കൊടുക്കാം അല്ലേ? ഇവരെ വേണമെങ്കിൽ പുറത്തിറക്കിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? അങ്ങനെ തട്ടാൻ താല്പര്യം ഒന്ന് കൊടുക്കും കേട്ടോ. ഇവിടെ കളിയാണല്ലോ, ഇവിടെ മറ്റേ കളിയാട്ടോ. ഒന്ന് പിടിച്ചിട്ടവനെ, ഞാൻ ഇച്ചിരി കൈമെടുത്തു. നിന്റെ മേത്ത് നിന്നെ കയറില്ല. ആണോ? ഞാൻ കൈ മടുത്തു കേട്ടോ. കേട്ടോ ഇവനോട് കുഴപ്പമില്ല. ഇവിടെ വാടാ, ഞെക്കി പീച്ചി. നീ ഇങ്ങോട്ട് വലിച്ചേ. മച്ചാനെ ഇവൻ ഹാൻഡിൽ ചെയ്യലുണ്ട്, ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്നല്ലേ? ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ആണോ? അതെ തന്നെ. ഇവന്മാരായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ. ഇവന്മാർ രണ്ടുപേരും ഇവിടെ ഡെയിലി എനിക്ക് സ്ഥിരമായി നടക്കുന്നുണ്ട്. എനിക്ക് ഇവനോട് ഇച്ചിരി കൂടുതൽ മേത്ത് ചാടിക്കയറ്റുണ്ട് കേട്ടോ. എന്നോട് അത്ര കയറിയിട്ടില്ല. ആ സ്നേഹം, ആ തട്ടല് പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. കൂട്ടി കയറ്റി നോക്കിയാലോ? ഞാൻ തന്നെ കയറ്റാം അല്ലേ കൂട്ടിൽ? അതായിരിക്കും കുറച്ച് രസം. കയറ. വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കൂട്ടി കയറാൻ. ഇവിടെ വാ, ഇല്ല വാ.
ആ കയറാൻ വലിയ താല്പര്യക്കുറവ് കേട്ടോ അവന്. ആ യജമാനം പറയുന്ന കേൾക്കും നോക്കാം. ആണോ? നിന്നോട് ദേഷ്യമുള്ള ആ ദേഷ്യം എന്നോട് തീർക്കുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് നടന്ന് അവന് മതിയായിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മറ്റവന്മാരുള്ളതുകൊണ്ടേ അവന്മാരോട് കിടന്ന് ഓടുകയും വേണം, അവന് പായും വേണം. അതിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ അടുത്തേക്ക് വന്നിക്കടാ. എന്നാ ബാ പോവാ ബാ. കയറില്ല അവൻ. ഇപ്പം തള്ളി കയറ്റാൻ കടിക്കും. രണ്ടു തൊട്ട് അവൻ എന്നെ ഇങ്ങനെ വട്ടം മറ്റേ സ്വഭാവമുണ്ട്, ബെൽജിയത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇങ്ങനെ നോക്കിയിട്ടൊരു കടിയുണ്ട്. അത് ആ ബെൽജിയത്തിൽ വളർത്തുന്നവർക്കറിയാം എങ്ങനെയാണ് പട്ടി കടിക്കുകയെന്ന്. നമുക്കിട്ടുള്ള എനിക്കൊന്ന് ബെൽജിയം നമ്മളെ കടിച്ചിട്ടില്ല. ബെൽജിയം കടിച്ചിട്ടില്ല. ആ ഇല്ല എന്നല്ലേ? ഇല്ല, ബെൽജിയം കടിച്ചിട്ടില്ല. ബെൽജിയത്തെ സ്വഭാവ രീതിയുണ്ട്. ഇങ്ങനെ നമ്മുടെ വട്ടം നടന്നിട്ട് ഒരു ഒറ്റ കയറി പിടുത്താം, ഇങ്ങനെ നടക്കും. ഇതുണ്ടോ? ഇനി ഇവനെ തട്ടി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. തട്ടി മാറ്റിയാൽ അവൻ കയറി പിടിക്കുന്ന പറഞ്ഞു. ആ ഹാ ഹാ. ഈ നേരത്തെ തട്ടാൻ പാടില്ല. കഴിയുന്നവരെ നിൽക്കണം. തട്ടി കഴിഞ്ഞാൽ സീനാണ്. നീ വിളിക്കണ്ട, അവനാ സൂക്കടം കഴിയട്ടെ. ഇതിൽ ഈ സംഭവം ഇപ്പോൾ നേരത്തെ അവൻ്റെ ഭാഗത്ത് കയറിയില്ലേ, ഇതിപ്പോൾ ഈ തട്ടലുണ്ടല്ലോ, നമ്മളിപ്പോൾ അവനെ അങ്ങോട്ട് തട്ടി മാറ്റി കഴിഞ്ഞാൽ ആ ശങ്കർ നമ്മളെ ചാർജ് ചെയ്യും. ആ സാധനം വരെ നമ്മൾ നിന്ന് കൊടുക്കണം. ഷർട്ട് ഇപ്പോൾ കാണിച്ചാണ് ഡോഗ് മൗണ്ട് ചെയ്യാൻ കയറിയ കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയും മറ്റേ പരിപാടിക്ക് ക്രോസ് ചെയ്യാൻ കയറിയാണെങ്കിലും ഇതിൽ എനിക്കൊന്ന് ആ ഒരു സാധനമല്ല, ടെൻഡൻസി കാണിക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അപ്പം കയറി ബൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ഇവിടെ വന്നപ്പോൾ എന്തായാലും എല്ലാം കൂടെ കണക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഡോഗ് ഒറിജിനെ കടിച്ചില്ലേ, അത് ഇതേ സംഭവമായിരുന്നു. ഒരു സ്റ്റഡ് മെയിലായിരുന്നു ആ ഡോഗ്. നമ്മൾ നേരെ പുറത്തിറക്കുന്നു, ഇതുപോലെ കൊണ്ടു കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കാം, ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ ആണോ ഇപ്പോൾ മൗണ്ട് ചെയ്യാൻ കയറാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് ഞാനിങ്ങനെ ഇരിക്കാൻ ഡോഗിനോട് പറയുന്നു, മറ്റേ ആ ഡോഗ് ഒറിജിനോട് പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ എണീക്കാൻ തുടങ്ങുമ്പോൾ അവൻ മേത്ത് ഇപ്പം ചാടി കയറുന്നു. ഞാനപ്പോൾ തട്ടി മാറ്റുന്നു. അപ്പോഴാണ് ഡോഗിനെ പിടിച്ച് നിർത്തിയിട്ട് കടിക്കാൻ നോക്കിയത്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്തെങ്കിലും ഒരു പാനിക്ക് കാണിക്കുകയോ അതിലുപരി ഇവൻ നമ്മുടെ മേത്തേക്ക് കയറിയല്ലോ, ആ സമയത്ത് നമ്മൾ പേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പാനിക്കായ അപ്പം കയറി കടിക്കും. ഈ ഒരു സ്വഭാവം അല്ല കാണിക്കുക. പേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഇവർക്ക് സെൻസ് ചെയ്യാം, ഇവർക്ക് നേരെ സെൻസ് ചെയ്യും. ഇവർ അപ്പം തന്നെ കയറി കുറച്ചും കൂടെ നമുക്ക് ബൈറ്റായിട്ട് തന്നെ വരും. അപ്പോൾ ആ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കുറച്ച് സമീപനം പാലിച്ച് നിന്ന് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എടാ കയറാ, കുട്ടി കയറാ. വിളിക്കണ്ട മഴ ഇല്ല, ഞാൻ തന്നെ കേട്ടാ. കയറാ അല്ല ഇങ്ങനെ കേട്ടാ. കയറാ മില വാടാ, കയറ് മില, കയറ്. ഇതില്ല അല്ല, അവിടെ കെട്ടിയിട്ടല്ലോ, അപ്പം കയറൂലേ? കുറച്ച് നാളെത്തിട്ട് ഫ്രീഡം കിട്ടിയാലോ. വേറെ ലീഷ് ഉണ്ടോ? വേറെ വള്ളി ഉണ്ടോ? തെറ്റി പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റുമായിരുന്നു. മറ്റേ കാറത്തെ കയറി വാ മില, വാ കയറാ, കയറ് കൂട്ടി കയറി. അപ്പോൾ ആള് വേറെ കാര്യമുണ്ട്. എന്നാ ഇപ്പോൾ നമ്മൾ ഈ ഡബിൾ മൈൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പം കടിക്കുമല്ലോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ വലിച്ച് ഫോഴ്സ് ചെയ്ത് കയറ്റാന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും പറയാം, നമ്മളൊരു ഡോഗുമായിട്ടൊരു ഒരു ഇതിനറിയാം, ഇതിനൊക്കെ ഡോഗിനെ വളർത്തുന്നതാണല്ലോ. ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സാധാരണ കയറ്റൽ, അല്ല നമ്മൾ ഇറക്കൽ. പിന്നെ അവരെ നമ്മൾ ഷൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സെറ്റപ്പ് അങ്ങ് പോയി പോവും. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇവൻ എന്നാ ഇനി ഇവർക്ക് ഇച്ചിരി റിസ്ക് തന്നെയാണ് കേട്ടോ ഇതിനെ, അല്ലേ? കൂട്ടി കയറ്റി ഇറക്കൽ ഇച്ചിരി റിസ്ക് തന്നെ ആയിരിക്കുമല്ലോ ഇനി. അപ്പോൾ ഇതിന് പിന്നെ ട്രെയിനറാണ്, ഇതിന് ട്രെയിനിങ് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവർ ചെയ്തോളൂ, അങ്ങോട്ട് കാണിച്ചത് അവനെ. അല്ലടാ ശരിയല്ലേ, ബിദിൻ ട്രെയിനറല്ലേ? ബിദിൻ്റെ അടുത്ത് വേറൊരു ഐറ്റം സാധനം ഉണ്ടെന്ന് പറഞ്ഞത്. ഇതല്ലെങ്കിൽ അത്, ഇതിലേതെങ്കിലും ഒന്ന് ബിദിൻ എന്നാ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതല്ലെങ്കിൽ അതല്ലേ, മനഃപൂർവ്വം ഇതല്ലെങ്കിൽ അത്. അതേതാണ് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ കട്ട് ചെയ്ത്.